ലോട്ടറി എടുക്കുന്നവർക്കും അതുപോലെ ലോട്ടറി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ തെന്മല ആര്യങ്കാവ് ഈ ബോർഡർ പ്ലേസ് ഏറ്റവും ഉത്തമമായ ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് കൊള്ളാവുന്ന നല്ല പ്രൈസുകളുണ്ട്. ഇന്നലെ തന്നെ 260 ഉണ്ടായിരുന്നു. അല്ലാതെ ഒത്തിരി പ്രൈസുകളുണ്ട്. എത്ര വിശ്വാസമാണ് ഒരുപാട് ആണോ? ശരിക്കും ഇതൊരു ലോട്ടറി ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അത്രത്തോളം ലോട്ടറി കടകളാണ് കൂടുതൽ കൊടുക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. അവിടെ ഓൺലൈനിലാണ് ഏറ്റവും കൂടുതൽ. ഓൺലൈനാണ് കൂടുതൽ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അടിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. കേരള ലോട്ടറി ഇത്രയധികം ലോകത്തിൽ വിറ്റുപോകുന്ന ഒരേ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ആര്യങ്കാവിലാണ്. ആൾക്കാര് പലതും പറയും, അതൊന്നും നമ്മളത്ര കൊള്ളേണ്ട കാര്യമില്ല. നമ്മൾ എടുക്കുന്നു, നമ്മൾ വിൽക്കുന്നു. കേരളത്തിലെ ലോട്ടറിയുടെ 80% തമിഴ്നാട്ടിലേക്ക് ഒടുങ്ങുന്നതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ ലോട്ടറി വ്യാപാരം തന്നെയാണ്. ആര്യങ്കാവ് ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. പ്രൈസ് ഇപ്പോൾ ആര്യങ്കാവ് ഭാഗത്ത് വീഴുന്നുമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആര്യങ്കാവിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കേരള ലോട്ടറി ഇത്രയധികം ലോകത്തിൽ വിറ്റുപോകുന്ന ഒരേ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ആര്യങ്കാവിലാണ്. കാരണം കേരള തമിഴ്നാട് ബോർഡർ ആയിട്ടുള്ള ആര്യങ്കാവിലെ വലിയ രീതിയിലുള്ള ലോട്ടറി വ്യാപാരമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ റോഡിന്റെ ഇരുവശവുമായിട്ടുള്ള ലോട്ടറി ബിസിനസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് കേരള ലോട്ടറിയെ പറ്റി അല്ലെങ്കിൽ ലോട്ടറി വിറ്റുപോകുന്നില്ല, ലോട്ടറി അടിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഏതാണ്ട് കേരളത്തിലെ ലോട്ടറിയുടെ 80% തമിഴ്നാട്ടിലേക്ക് ഒടുങ്ങുന്നതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ ലോട്ടറി വ്യാപാരം തന്നെയാണ്. നമുക്ക് ഏതായാലും ഇവിടുത്തെ ലോട്ടറി ബിസിനസിന്റെ ഈ ഒരു ഏരിയ നമുക്ക് കാണാം. എന്തോരം ലോട്ടറി ആണെന്ന് അറിയാൻ വിട്ടുപോകുന്നത്. ആരും തന്നെ മലയാളികളല്ല, പകുതി മുക്കാൽ ആൾക്കാരും തമിഴ് ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം ഈ ലോട്ടറി ഇത്രയധികം വിറ്റുപോകുന്നതിന്റെ രഹസ്യം എന്താവും. ശരിക്കും ഇതൊരു ലോട്ടറി ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അത്രത്തോളം ലോട്ടറി കടകളാണ് അല്ലേ ചേട്ടാ? എന്താണ് ഇവിടെ ഇത്രയും ലോട്ടറി ഇങ്ങനെ പോകുന്നതിന്റെ കാര്യം? നിറയെ ആൾക്കാരുണ്ടല്ലേ? തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ ഈ ടിക്കറ്റ് എല്ലാം പോയി ഇന്നത്തെ? അപ്പൊ നാളത്തേക്കുള്ള അറേഞ്ച്മെന്റ്സ് ആണല്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ടിക്കറ്റുകളെല്ലാം ചേട്ടന്റെ പോയിട്ടുണ്ട്. നാളത്തേക്കുള്ള അറേഞ്ച്മെന്റ്സിലാണ്. അപ്പം എങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്? ലോട്ടറി നിരോധനം ആയതിന്റെ പേരിൽ ആൾക്കാർ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ ലോട്ടറി അടിക്കുന്നുണ്ടോ അവർക്കൊക്കെ? തീർച്ചയായിട്ടും അടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും പറയാൻ ലോട്ടറിക്ക് വേണ്ടി തന്നെയുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലെ? ലോട്ടറി ജംഗ്ഷൻ പോലെ ഉണ്ട് കണ്ടിട്ട്. നമുക്ക് ഈ സ്ഥലത്തിന്റെ പേരങ്ങ് മാറ്റിയല്ലേ? ലോട്ടറി ജംഗ്ഷൻ ആയി. ആര്യങ്കാവിന്റെ ഈ പ്ലേസ് ഒരു ബോർഡർ പ്ലേസ് ആണ്. ആ ബോർഡർ പ്ലേസ് ഇത്രയധികം ലോട്ടറിക്ക് പ്രാധാന്യവും പ്രിയവും ഉണ്ടാകുന്നത് ഇവിടെ ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും ലോട്ടറി അടിക്കുന്നുണ്ടെന്നുള്ളതാണ്. എങ്ങനെ എല്ലാ പ്രാവശ്യം എടുക്കാറുണ്ടോ? 4 പ്രാവശ്യം എടുക്കും. 4 പ്രാവശ്യം എടുക്കും. ഇവിടെ വന്ന് എടുക്കൂ? ഇവിടെ വന്ന് എടുത്താൽ അടിക്കും ആണോ? വേറെ എവിടെ പോയാലും അടിക്കില്ല ആണോ? ഉറപ്പാണ്? അത്ര വിശ്വാസമാണ് ഒരുപാട് ആണോ? ശരി. അപ്പൊ ലോട്ടറി ഒരുപാട് അടിച്ചിട്ടിരിക്കുന്ന ചേട്ടനാ. ചേട്ടന്റെ പേരെന്താ? ഡേവിഡ്. ഓക്കെ. അപ്പൊ കേരള ലോട്ടറി അത്ര വിശ്വാസമാണ്? അപ്പൊ കേരള ലോട്ടറി അത്രത്തോളം വിശ്വസിക്കുന്ന ഒരു ചേട്ടനാണ്. അപ്പൊ ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോ അല്ലെ? അപ്പൊ അപ്പച്ചൻ എവിടുത്തെ? തമിഴ്നാടാണോ? ആണോ? അപ്പൊ നമ്മുടെ ടിക്കറ്റ് ഒക്കെ പോകുന്നുണ്ടോ? കേരള ലോട്ടറി എടുക്കാൻ ആരാ കൂടുതലും വരുന്നേ? യാത്രികർ എടുത്തിട്ട് തമിഴാണോ കൂടുതൽ ആൾക്കാർ വരുന്നത്? തമിഴ്നാട് കോയിലുக்கு വരും. அப்படியே എടുത്തിട്ട് ഓൺലൈനിൽ എടുക്കുന്നുണ്ടോ? ഓൺലൈനിൽ கிடையாது. ഓൺലൈനിൽ എടുത്തോണ്ട് പോകുന്നവർക്കൊക്കെ അടിക്കുന്നുണ്ട്. അത് தெரியாது. ഇതുവരെ എനിക്ക് പ്രൈസ് ഇല്ല. അപ്പൊ ഇന്നത്തെ കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എടുത്തോണ്ട് പോകുന്നുണ്ട്. എടുത്തോണ്ട് പോകുന്നുണ്ട്. അടിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. ഏതായാലും ലോട്ടറിയുടെ ഒരു വലിയ വിൽപ്പന ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ജോഷിച്ചേട്ടന്റെ കടയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ വരുന്നു. ലോട്ടറി അടിക്കുന്നില്ല, ലോട്ടറി ആരും എടുക്കുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ തെന്മല ആര്യങ്കാവ് അതായത് തമിഴ്നാട് ബോർഡർ പ്രദേശങ്ങളിലൊക്കെ നിരവധിയാണ് ഈ ലോട്ടറിയുടെ ഒരു ബിസിനസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോഷി ചേട്ടന് ഹാപ്പിയാണ് അല്ലേ ചേട്ടാ? ഹാപ്പിയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ലോട്ടറിക്ക് ഇവിടുന്ന് എങ്ങനെയാണ് പോകുന്നുണ്ടോ ടിക്കറ്റ് ഒക്കെ? ഇവിടുന്ന് ടിക്കറ്റ് ഞാൻ എടുക്കുന്ന ടിക്കറ്റുകളും എല്ലാം പോകുന്നുണ്ട്. ആണോ?
ഒരുവിധം കൊള്ളാവുന്ന നല്ല പ്രൈസുകളുണ്ട്. ഇന്നലെ തന്നെ 260 ഉണ്ടായിരുന്നു. ആ അല്ലാതെ ഒത്തിരി പ്രൈസുകളുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ പലതും പറയും. ഇവിടെ ഒരു ബോർഡർ പ്ലേസ് ആയതുകൊണ്ടായിരിക്കും അല്ലേ ഇത്രയും ആളുകള് അതെ ഇത് തമിഴ്നാടിന്റെ ബോർഡർ ആയതുകൊണ്ടാണ് ഇത്തരം ടിക്കറ്റ് ഇവിടെ വിട്ടു പോകുന്നത്. പോകുന്നത്. കൂടുതൽ എടുക്കുന്നത് ആരാണ്? കൂടുതലും എടുക്കുന്നത് തമിഴ്നാട്ടുകാരാണ്. തമിഴ്നാട്ടുകാരാണ്. അവിടെ ഉള്ളവർ ഓൺലൈനിലാണ് ഏറ്റവും കൂടുതലും. ഓൺലൈൻ ആണ് കൂടുതലും. അപ്പൊ എങ്ങനെയാണ് ഇന്നലത്തെ ടിക്കറ്റ് എങ്ങനെയായിരുന്നു? ഇന്നലത്തെ ഒരു 2 പ്രൈസ് ഉണ്ടായിരുന്നു. 60ന്റെ 2 പ്രൈസ്, പിന്നെ അല്ലാതെ മറ്റേ 500ന്റെ ഉണ്ട്, 100ന്റെ, 1000ന്റെ, 50ന്റെ എല്ലാ പ്രൈസും ഉണ്ട്. അതാ കിടപ്പുണ്ട്. നമുക്കറിയാം ഈ ലോട്ടറി വ്യവസായം വലിയ രീതിയിൽ തട്ടിപ്പ് നടക്കുന്നു, അല്ലെങ്കിൽ ലോട്ടറി അടിക്കുന്നില്ല എന്നൊക്കെ നിരവധി ആളുകളാണ് പറയുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ കിലോമീറ്ററുകളോളം ദൂരത്താണ് ലോട്ടറി കടകൾ അല്ലേ? അതെ അതെന്തായിരിക്കും അങ്ങനെ? അത് ആൾക്കാര് പലതും പറയും. അതൊന്നും നമ്മളത്ര ചെയ്തുകൊള്ളേണ്ട കാര്യമില്ല. നമ്മൾ എടുക്കുന്നു, നമ്മൾ വിൽക്കുന്നു, നമുക്കടിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് അടിക്കുന്നു. നമ്മുടെ ടിക്കറ്റിന് അടിക്കുന്നുണ്ട്. അതാ നമ്മൾ നോക്കുന്നത്. അതാ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്നത്തെ കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ കച്ചവടം കുഴപ്പമില്ല. അതെല്ലാം 2:45, 2:30 ആയപ്പോഴത്തേക്ക് എല്ലാം വിറ്റ് തീർന്നു. ഇനിയിപ്പോ നാളത്തെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. നാളത്തെ പരിപാടി തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം എല്ലാ ദിവസവും പോകുന്ന പ്രതീക്ഷയുണ്ട്. ഉണ്ട്. അതനുസരിച്ച് നമ്മൾ എടുക്കുന്നത്. നമ്മളിപ്പോ ടിക്കറ്റ് കൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. എല്ലാത്തിനേക്കാളും ടിക്കറ്റ് കൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോട്ടറി ഇപ്പൊ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല, പക്ഷെ എങ്കിലും പറയാം, ഏറ്റവും കൂടുതൽ ലോട്ടറി അടിക്കണമെങ്കിൽ ഈ ഭാഗത്തേക്ക് വരണം, അങ്ങനെ തോന്നുന്നുണ്ടോ? മിക്കവാറും ഇനിയിപ്പോ അങ്ങനെയൊക്കെയാണ്. ആര്യങ്കാവ് ഭാഗത്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. പ്രൈസ് ഇപ്പൊ ആര്യങ്കാവ് ഭാഗത്ത് വീഴുന്നുമുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ കടയിലും പ്രൈസ് നല്ല രീതിയിൽ വീഴുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് ഏറ്റവും അധികം ലോട്ടറി നടക്കുന്നുണ്ട്, വിൽപ്പന. ലോട്ടറി വിൽപ്പന മാത്രമല്ല, ലോട്ടറി എടുക്കുന്നവർക്ക് കൂടി ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ലോട്ടറി അടിക്കുന്നുണ്ട്. ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഇതുവഴി കടന്നു പോകുന്നവരും അതോടൊപ്പം ഇനി ദൂരെ നിന്ന് ആരെങ്കിലും ഒക്കെ വരുന്നോന്ന് അറിയത്തില്ല. ഏതായാലും ലോട്ടറി എടുക്കാനായിട്ട് തന്നെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവർ ലോട്ടറിയൊക്കെ എടുത്തുകൊണ്ട് പോട്ടെ. അപ്പൊ ലോട്ടറി എടുക്കുന്നവർക്കും അതുപോലെ ലോട്ടറി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ തെന്മല ആര്യങ്കാവ് ഈ ബോർഡർ പ്ലേസ് ഏറ്റവും ഉത്തമമായ ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് കൂടി ഞങ്ങൾ അറിയിക്കുന്നു. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബില്ലു അനിച്ചർ, ദിസ് മാൻ.